ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് നിങ്ങളോടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ കുറച്ചധികമായിട്ട് കേൾക്കുന്ന ന്യൂസുകൾ എന്താ, അങ്ങനെ മരിച്ചു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു, ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം, അല്ലെങ്കിൽ അങ്ങനത്തെ പീഡനം, ഇങ്ങനത്തെ പീഡനം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന അധികം പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പം ഇനിയിപ്പം ആരാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക എന്താ, സൂസൈഡ്, അത്രേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ കുട്ടി മരിച്ചു, ആ കുട്ടിക്ക് പോയി, ആ കുട്ടീൻ്റെ വീട്ടുകാർക്ക് പോയി, അല്ലാണ്ട് ആർക്കും പോകാനില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ സാരല്ല പോട്ടെ എന്ന് പറയാൻ നമുക്ക് കൂടെ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്യലുണ്ടാവില്ലായിരിക്കും. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിലും എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ചിന്തിക്കാതെ അത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ ടൈമിന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യം സൂസൈഡ്. ഞാൻ അത്രയും ചിന്തിച്ച ഒരു വ്യക്തിയാണ്. സൂസൈഡ് എന്നുള്ളത് അങ്ങേയറ്റം വരെ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ ചെയ്തിട്ട് എന്തിനാണ് ഞാൻ സൂസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതുകൊണ്ട് എന്താ കാര്യമുള്ളത്, നമ്മുടെ പ്രശ്നങ്ങൾ തീരുമോ? ഇല്ല. പക്ഷെ എങ്കിൽ നമ്മളെ പ്രശ്നത്തിൽ ഇട്ട ആൾക്കാർക്ക് കുറച്ചും കൂടെ സമാധാനം കിട്ടുന്നല്ലാണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല. നമ്മളെ ഫാമിലിക്കും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കും പോയി എന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഞാൻ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു 6-7 പേര് കൂടുന്നൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങൾ 8-9 വർഷമായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. അതേപോലെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇവരൊക്കെ നമ്മൾ സാധാരണ നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മളെ കൂടെ ആരാ ഉള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും പലപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ മോശം സിറ്റുവേഷനിൽ എത്തിയ സമയത്തും എൻ്റെ കൂടെ എന്താ പറയുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ കൂടെ സാരല്ല പോട്ടെ, നമുക്ക് പിന്നെ ഇത് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, എന്താ പറയുക, നമുക്ക് ഒരു സ്ട്രെങ്ത് തരുമല്ലോ, നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് അവരുടെ സംസാരത്തിൽ നമുക്ക് കിട്ടും. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എസ്പെഷ്യലി എൻ്റെ ഫാമിലി കേട്ടോ, എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് ഡൗൺ ആയി പോകലില്ല. എന്നാൽ പോലും ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാനും ചിന്തിച്ചത് സൂസൈഡ്. ഫസ്റ്റ് ഞാൻ ചിന്തിച്ച ഒരു സംഭവം അതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ അങ്ങനെ സൂസൈഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, അല്ലെ നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ വേണ്ടാത്തവർക്കോ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബ് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു 1 ഇയറിൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്തു. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എന്താ ഇത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ നിർത്തി, പിന്നെ വീഡിയോ ചെയ്യാണ്ടായി കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ഒരു 7-8 മാസത്തോളം ഞാൻ വീഡിയോസൊന്നും ചെയ്യാണ്ട് യൂട്യൂബൊക്കെ നിർത്തി വെച്ച്, യൂട്യൂബിലിട്ട് കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ എന്താക്കി എൻ്റെ യൂട്യൂബിൻ്റെ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ അതിൽ വീഡിയോ ചെയ്യുന്നില്ലല്ലോ, അപ്പം ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഒക്കെ ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ കോണ്ടന്റ് യൂട്യൂബിൽ പിന്നെ ഞാൻ എടുത്ത് യൂട്യൂബിൽ ഇടുന്നതായിക്കോട്ടെ, ഒക്കെ ഞാനൊരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ. പാഷനുമാണ്, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഏണിങ്സ് നമുക്ക് ഈ കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ വിചാരിച്ചിട്ടും കൂടിയാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിക്കൊക്കെ എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വെച്ചാൽ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചില്ല് ചെയ്ത ഒരാളാണ് കേട്ടോ ഞാൻ. സോറി ഗൈസ്, ഒരു കോൾ വന്നു, അന്നേരം കട്ട് ചെയ്തിട്ട് പോയതാട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതന്നെ എൻ്റെ വലിയൊരു ലക്കാണ് കേട്ടോ. കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചിട്ട് എന്താടാ പറ്റിയല്ലേ, എന്താടി പറ്റിയെന്ന് ചോദിക്കാൻ നമുക്കൊരാളുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല, അവർ തന്നെ മതിയാവും. അപ്പം എന്താ പറയുക, പിന്നെ എൻ്റെ ബ്രദർ കേട്ടോ, എൻ്റെ എന്തൊരു പ്രശ്നത്തിനും അവൻ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു ബ്രദർ, എനിക്ക് അവൻ ബ്രദർ എന്നതിനുപരി ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഓൾ ഇൻ വൺ ആണ് എനിക്ക് അവൻ. അപ്പം പറഞ്ഞു വന്നത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചില്ല് ചെയ്ത ഒരാളാണ്.
പഠിത്തമൊക്കെ മറന്നിട്ട് നമ്മൾ എന്താ പറയുക, പഠിത്തം മറന്ന് നമ്മൾ ചില്ല് ചെയ്യാന്ന് പറയൂലേ, അങ്ങനെ ചില്ല് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഇതിപ്പം ഞാനായിക്കോട്ടെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഠിത്തമൊന്നും എവിടെ എത്താണ്ട് പോയിട്ടുണ്ട്. ശരിക്കും നമ്മൾ സ്കൂളിൽ ചില്ല് ചെയ്യും വേണം, പഠിക്കും വേണം കേട്ടോ, അങ്ങനെ ശരിക്കും വേണ്ടത്. പക്ഷെ ഞങ്ങൾ ചില്ല് ചെയ്ത് ഞങ്ങൾ പഠിത്തം ഒന്നും ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് പൊളിച്ചൊരു ലൈഫായിരുന്നു. എന്താ പറയുക, അടിപൊളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് എൻജോയ് ചെയ്ത ദിവസങ്ങൾ വേറെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 2020 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് പ്രപ്പോസൽ വരാൻ തുടങ്ങി. അങ്ങനെ കല്യാണമൊക്കെ നോക്കാൻ തുടങ്ങി. നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, അപ്പം നമുക്ക് വേഗം നമ്മളെ കെട്ടിച്ച് വിടും, അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ എന്തിനാന്ന് എനിക്കിപ്പം തിരിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പ്രപ്പോസലൊക്കെ വന്നു തുടങ്ങി. അപ്പം പ്രപ്പോസൽ വരുന്നുണ്ട്, ചിലത് നമ്മൾ റിജക്റ്റ് ചെയ്യും, ചിലത് എന്താ പറയുക നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ അതിനൊക്കെ ശേഷം ഒരു പ്രപ്പോസൽ വന്നു. എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഉമ്മ ആദ്യം ഇങ്ങനെ പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നീ കെട്ടിക്കോ എന്ന് പറയുന്നു, അമ്മ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. ഉമ്മാക്കും എനിക്കും എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ചെക്കനെയല്ല ഞാൻ നോക്കുക, ചെക്കൻ്റെ ഉമ്മ ഇങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ നോക്കുക, എന്നാലേ ഞാൻ ആ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് പറയുന്നത്. കാരണം സാധാരണ നമ്മൾ കേൾക്കുക ഈ അമ്മായിമ്മപ്പോര് അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ. അപ്പം എനിക്ക് പേടിയാതായിരുന്നു. അങ്ങനെ നമുക്ക് ചെക്കനെ നമുക്ക് എങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് മാറ്റിയെടുക്കാം, പക്ഷെ എങ്കിലും ഉമ്മാനെ നമുക്ക് പറ്റൂലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ, അന്നൊക്കെ ഞാൻ വിചാരിച്ചത് അങ്ങനെയാട്ടോ, ഉമ്മ എങ്ങനെയാ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു രീതിക്കായിരുന്നു. ഉമ്മ എങ്ങനെയാണോ, ഉമ്മ നല്ലതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ വന്നു, കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ എന്തായി, നമ്മളെ മാരേജ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് വന്നു. അതേപോലെ പിന്നെ ചെക്കൻ വന്ന് കണ്ടു, ചെക്കനെ വീട്ടുകാരും വന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിക്കാഹിൻ്റെ ഡേറ്റ് സംസാരിച്ചു, അങ്ങനെ നിശ്ചയതാക്കി, നിക്കാഹ് കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് എല്ലാം സംഭവിച്ചു കേട്ടോ. അതും പെട്ടെന്നായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ളൊരു ലൈഫായിരുന്നു എനിക്ക്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ലൈഫായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, അതേപോലെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഉപ്പയായിക്കോട്ടെ, ഒക്കെ നമുക്ക് ഫ്രണ്ട്സ് മാതിരി. എന്നുവെച്ചാൽ ഫാമിലി നമ്മളെ എന്താ പറയുക, ഹസ്ബൻഡാണ്, സിസ്റ്ററാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, ഒരമ്മായിമ്മയാണ്, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഫ്രണ്ട്സ്, നമുക്ക് തോളിൽ കൈയിട്ട് വരെ ഉമ്മാനോട് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കുള്ള ഒരു ഫാമിലി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനപ്പം സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു പോയാൽ തീർന്ന്, അങ്ങനെ ചിന്തിച്ച ഒരാളാട്ടോ. പക്ഷേങ്കിൽ എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറി പറഞ്ഞിട്ടാവുന്ന അങ്ങനെ ഒരു അടിപൊളി ലൈഫ്. ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫ്രണ്ട്സിനെ പോലെ, ഞങ്ങൾ രണ്ടാളും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണ് കേട്ടോ. എന്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇനിയിപ്പോൾ ഒരു പുറത്ത് പോവുകയാണെങ്കിൽ എന്താ പറയുക, ഭാര്യ ഭർത്താവ് എന്നുള്ളതിനേക്കാളും കൂടുതൽ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇടപഴകാറ്. ആ ഒരു രീതിക്കുള്ള ഒരു റിലേഷനായിരുന്നു ഞങ്ങളത്. അങ്ങനെ അടിപൊളി ഒരു ലൈഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പം അതിന് പഠിച്ചോണം അധികം ആയുസിട്ട് തരാഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾക്കൊരു മോള് ജനിച്ച്. അതൊക്കെ അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ, കുറച്ച് ദൂരത്തായിരുന്നു. അപ്പം മോളും ഞങ്ങളെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഞാനും ചെയ്യണം. അതായത് ഇനിയിപ്പോൾ മൂപ്പർ എന്തൊക്കെ എവിടുന്നൊക്കെ ഫുഡ് നല്ലത് കഴിച്ചിട്ടുണ്ടോ അത് ഞാനും കഴിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടോ അതൊക്കെ എന്നെയും ചെയ്യിപ്പിക്കണം. ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് നിന്ന സ്ഥലത്തേക്ക് എന്നെയും മോളെയും, ആ ടൈമിന് മോക്ക് 7 മാസമോ 8 മാസമോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിന് ഞങ്ങളെ മൂപ്പരടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്നു. പിന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു കേട്ടോ. മോക്ക് സുഖമില്ലാണ്ടാവലും അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടൊക്കെ തിരിച്ചു വരുന്നു. നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. നമ്മൾ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീട്, ഞങ്ങളെടുത്ത വീട് വേണമെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. ആ ഒരു വീടൊക്കെ എടുത്ത് ശരിക്കും ഒരു അടിപൊളി ലൈഫായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വിചാരിച്ചു കല്യാണം കഴിഞ്ഞാൽ തീർന്ന്, ചിലപ്പോൾ നമ്മളെ ലൈഫ് കഴിഞ്ഞൊക്കെ കൈവിട്ട് പോയി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കല്യാണത്തിന് മുന്നേ ഉള്ള ലൈഫിനേക്കാളും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ലൈഫായിരുന്നു എൻ്റെ ഏറ്റവും നല്ല ജീവിതം. അങ്ങനെ ഒരു അടിപൊളി ജീവിതമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്നാണ് എന്താ പറയുക, നമ്മളെ ലൈഫിലേക്ക് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് എന്ന് പറയും പോലെ ഒരു സംഭവിച്ച കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈഫിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ
ചിന്തിക്കാത്തൊരു കാര്യം നമ്മൾ ലൈഫ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക സൂസൈഡ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. ഞാൻ എത്രയോ വട്ടം ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ പിന്നെയും ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തിനു വേണ്ടി അല്ലെങ്കിൽ ആർക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ നമുക്ക് പോയി നമ്മളെ ഫാമിലിക്ക് പോയി വേറെ ആർക്കും പോകാനില്ല. ഇപ്പം എന്താ പറയുക, ഇനിയിപ്പം ഈവൻ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കുറച്ച് ദിവസം അവർ ആലോചിച്ച് സങ്കടപ്പെട്ട് കരയും. അത് കഴിഞ്ഞാൽ ആർക്കും ചിലപ്പം എല്ലാവരും അവരെ കുറ്റം പറയുന്നില്ല, അവർ അവരുടേതായ ലൈഫിൽ ബിസി ആയി പോകും. പിന്നെ നമുക്ക് ചിലപ്പം നമ്മളെ ഒന്നില്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും വിശേഷം വരുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നമ്മളെ ഓർക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാന്നല്ലാണ്ട് വേറെ ആർക്കും പോകാനില്ല. അങ്ങനെയൊക്കെ ഒരു ചെയ്യേണ്ട എന്താ പറയുക, എല്ലാത്തിനും പരിഹാരം സൂസൈഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു വ്യക്തിയായിരിക്കും ഞാൻ. അതിപ്പം എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലിക്ക് ആയിക്കോട്ടെ ഒക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ എന്നിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയും ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്. നല്ല ഇപ്പം എന്താ ഞാൻ പറയുക, നമ്മളങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കരുത്തായിട്ടും കുറച്ചും കൂടെ ബോൾഡായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെ നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, സ്റ്റേബിളായിട്ട് നിൽക്കാം. ഞാനിപ്പം അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാം. ഞാൻ എന്നെക്കൊണ്ട് എനിക്കിഷ്ടമായി വീഡിയോ എടുക്കാനും സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിക്കൂടാ, നല്ല രീതിക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയും ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്. നല്ല ഇപ്പം എന്താ ഞാൻ പറയുക, നമ്മളങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കരുത്തായിട്ടും കുറച്ചും കൂടെ ബോൾഡായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെ നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, സ്റ്റേബിളായിട്ട് നിൽക്കാം. ഞാനിപ്പം അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാം. ഞാൻ എന്നെക്കൊണ്ട് എനിക്കിഷ്ടമായി വീഡിയോ എടുക്കാനും സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിക്കൂടാ, നല്ല രീതിക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. നമുക്ക് ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പം നമുക്ക് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് മുന്നോട്ട് ഇപ്പം കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവർക്കും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ജോബിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിക്കോട്ടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കുറേ പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പം ബൈ ഗൈസ്, ഇനി നല്ലൊരു വീഡിയോ